ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഉണർന്ന് കൊടുക്കണം. എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാധാരണ വെറുതെ കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിൽ വെറുതെ കളയുവാണില്ലേ. അപ്പോൾ ഇനി തൊട്ട് ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കഞ്ഞിവെള്ളം വെറുതെ കളയില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പൗഡറാണ്. ഏത് പൗഡറാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇന്ന പൗഡറൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഏത് പൗഡറാണോ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൗഡർ ഇട്ടതിന് ശേഷം ഇവിടെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കിച്ചൺ ടവലുണ്ടെങ്കിൽ അതായാലും മതി, കോട്ടൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണി ആയാലും മതി. ഇനി ഇത് നമ്മൾ ഫസ്റ്റിൽ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പാണ്. നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും ഗ്യാസിൻ്റെ ആ ഒരു ബർണറും എല്ലാം ഇതുപോലെ നമ്മളൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പല്ലി, പാറ്റ, ഈച്ച ഇതൊന്നും നമ്മൾ രാത്രിയിൽ വരുത്തില്ല. അതുപോലൊക്കെ തന്നെ നല്ലൊരു മണവും ഉണ്ടാവും. കാരണം ഈ ഒരു സ്മെല്ല് കാരണമാണ് പല്ലി, പാറ്റ ഒന്നും വരാത്തത് രാത്രിയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. നല്ല പോലൊക്കെ ഒന്ന് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും തുടച്ചെടുക്കുക. അതുപോലൊക്കെ തന്നെ ഇതെല്ലാം നമുക്ക് തുടച്ചെടുക്കുക. അപ്പം ഞാനിതൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല പോലെ പുതുപുത്തനാവും നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റവ്. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് തുടയ്ക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു അഴുക്കെല്ലാം. കണ്ടില്ലേ, ഈ ഒരു തുണിയിലായിട്ടുണ്ട്. ഞാൻ വൈറ്റ് കളറിലെ തുണിയായത് കാരണം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കണ്ടില്ലേ. പിന്നെ വീണ്ടും നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഈ തുണിയൊന്ന് പിഴിഞ്ഞതിന് ശേഷം അതുപോലൊക്കെ തന്നെ നമ്മുടെ കിച്ചൺ ടോപ്പ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രിയിൽ വേണം ഇതുപോലൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ഈ ഒരു കിച്ചൺ ടോപ്പ് ഇതുപോലൊക്കെ തന്നെ തുടച്ച് കഴിഞ്ഞാൽ അഴുക്കെല്ലാം പോകും. പ്രാണികളൊന്നും വരത്തില്ല. അതുപോലൊക്കെ തന്നെ ഈച്ചയാണെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മഴ സമയവും അതുപോലെ ചക്ക, മാങ്ങയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് ഈച്ചയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കൊതുക്, കൊച്ചു കൊച്ചു പ്രാണികളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലൊക്കെ കിച്ചൺ ടോപ്പ് ഇതുപോലൊക്കെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. അതുപോലൊക്കെ തന്നെ ഇതിൻ്റെ ഈ സൈഡും ഒക്കെ ഇതുപോലെ നമുക്കൊന്ന് തുടച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല പോലൊക്കെ ആ പുതുപുത്തൻ പോലൊക്കെ നമ്മൾ തുടച്ച് കഴിഞ്ഞാലാവും. നല്ലൊരു ടിപ്പാണിത്. നമുക്ക് യാതൊരു പൈസ ചിലവും ഇല്ല. അതുകൊണ്ട് നമുക്കിത് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഞാനിവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിനകത്ത് യൂസ്ഫുൾ, ഈസി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ സാധാരണ ഏത്തപ്പഴമൊക്കെ കഴിച്ചതിന് ശേഷം ഇതിൻ്റെ തൊലി നമ്മൾ വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരിക്കലും വേസ്റ്റാക്കി കളയില്ല. അപ്പം ഞാനിവിടെ ഏത്തപ്പഴത്തിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ 2-3 പീസാക്കി ഒന്ന് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ കുക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആഹാരങ്ങളൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് ഇതിന് എണ്ണയൊക്കെ തെറിച്ച് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ തെറിച്ച് വീണ് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സാധാരണ ലിക്വിഡൊക്കെ ഇട്ട് കഴുകുന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ തൊലി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ തുടച്ചെടുത്താൽ മതി. നമ്മൾ കഴുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാനിവിടെ വേറൊരു ഏത്തപ്പഴത്തിൻ്റെ ഒരു തൊലിയും കൂടി ഇതുപോലൊക്കെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഏത്തപ്പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നല്ല പോലൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്യാസിൽ ഉണ്ടായിരുന്ന എണ്ണമയം അതുപോലെ അഴുക്ക ഇതെല്ലാം പെട്ടെന്ന് പോകുന്നതായിരിക്കും. നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റിസൾട്ടാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇതുപോലെ പുതുപുത്തനായിട്ടിരിക്കും. ഇത് നല്ലൊരു ടിപ്പാണ്. കാരണം ഈ ഒരു പഴത്തൊലി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്.
കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ചെയ്തതിന് ശേഷം, റബ്ബ് ചെയ്തെടുത്തതിന് ശേഷം, ഞാനിവിടെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലൊക്കെ തന്നെ ഇതിൻ്റെ സൈഡിലും എല്ലാം ഇതുപോലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളൊരു നനഞ്ഞ തുണി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു നനഞ്ഞ തുണി എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി നിങ്ങളെ ഒന്ന് തുടച്ച് കാണിക്കാം. കണ്ടില്ലേ? ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിവിടെ 2 ടിപ്പാണ് ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 2 ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.